ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഓരോ ദിവസവും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിലെ ഇടിമുറി മർദ്ദനത്തെക്കുറിച്ചുള്ള. അതുകൊണ്ട് അത് നിഷേധിക്കുവാൻ കഴിയുകയില്ല. മർദ്ദനം നടന്നിട്ടുണ്ട്, അത് കുന്നംകുളത്ത് തെളിഞ്ഞതാണ്. അതുപോലെ തന്നെ PG പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോട്ടൽ ഉടമയെ, ഹോട്ടൽ മാനേജരെയും ഡ്രൈവറെയും മർദ്ദിച്ച കാര്യം, ഇതും പുറത്തു വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പുറത്തു വരാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, പലയിടത്തും പരാതികൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വിവരാവകാശ കമ്മീഷൻ മുൻപാകെ അപ്പീൽ രൂപത്തിൽ നിരവധി പരാതികൾ വന്നിരിക്കുകയാണ് CCTV ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരുമ്പോൾ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത് ഇത് തന്നെ ആണ് എന്ന ഒരു തെളിവുകൾ ആണല്ലോ പുറത്തു വരാനിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിൽ തുടരുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയെ പറ്റി ശ്രീ മഞ്ജുഷ് ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഈ നവകേരള യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഈ DYFIയുടെ കുറെ ചെറുപ്പക്കാർ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കരിങ്കൊടി കാട്ടി എന്നതിന്റെ പേരിൽ മർദ്ദിച്ച് അവശനാക്കുന്നതും പൂച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ വെച്ച് മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് കേവലം അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വാക്കാൽ പറഞ്ഞതോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തതോ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നില്ല. അതിന് അങ്ങനെ ചെയ്തു എന്ന് സമർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു, കേരളത്തിൽ എല്ലാവരും കണ്ടു. അത് പരിശോധിക്കുന്നതിനുള്ള മതിയായ സമയം മുഖ്യമന്ത്രിക്ക് കിട്ടിയതിന് ശേഷവും അതിൻ്റെ അടുത്ത് പിന്നീട് ഒരു ദിവസം, എനിക്ക് തോന്നുന്നു 2 ദിവസവും മറ്റോ കഴിഞ്ഞപ്പോൾ മറ്റൊരു വേദിയിൽ വെച്ചിട്ട് ഇതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് ന്യായീകരിച്ചയാളാണ് മുഖ്യമന്ത്രി. എത്രത്തോളം മൃഗീയമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് കുറേയധികം ആൾക്കാർ മർദ്ദിക്കുന്നത് എന്നും യാതൊരു വിധത്തിലുള്ള ഡിഫൻസും ഇല്ലാത്ത, യാതൊരു വിധത്തിലുള്ള എക്യുപ്മെന്റും കയ്യിലില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് അടിച്ച് മൃതപ്രായനാക്കി മാറ്റുന്നത് എന്നും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ടും അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് വ്യാഖ്യാനിച്ച് സ്വന്തം പാർട്ടിയുടെ ആൾക്കാരെ ന്യായീകരിക്കുകയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇത്തരത്തിൽ തന്നെ വേണം നേരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വീണ്ടും അങ്ങനെ ഒരു താക്കീത് കൂടി ഇഷ്യൂ ചെയ്തിരുന്ന ഒരാളാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ CCTV ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ CCTV ഇല്ലാത്ത മുറികളിലോ CCTV ഇല്ലാത്ത പോലീസ് സ്റ്റേഷനുകളിലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് കാലത്തൊക്കെ തന്നെ കസ്റ്റോഡിയൽ വയലൻസിനെ കുറിച്ച് പറയുന്നതെല്ലാം തന്നെ ആരുടെയെങ്കിലും ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, വിവരിക്കുകയാണ്. അതാ എന്നെ ഇവിടെ കൊണ്ടുപോയി ഇന്ന രീതിയിൽ ഇതൊക്കെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ തനിക്കുണ്ടായിരുന്ന അനുഭവത്തെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒരാളിൻ്റെ ഓറലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വഴി പുറത്തേക്ക് വരുന്നതാണ്. ഇതൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു സാക്ഷിയോ അല്ലെങ്കിൽ നമുക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള തെളിവോ ഇല്ല. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം അത് ഓർത്തിരുന്നിട്ട് അത് പിന്നീട് അദ്ദേഹം പുസ്തകമായിട്ട് അത് എഴുതി, അത് ആൾക്കാരൊക്കെ വായിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത് എല്ലാവർക്കും കാണാനായിട്ടുള്ള തെളിവുകളായിട്ട് ലഭ്യമാവുകയാണ്. ഇത് ആദ്യം വന്നിരുന്നത് ഒരു വിഷയത്തിലായിരുന്നുവെങ്കിൽ അത് സുദീർഘമായിട്ടുള്ള 2 വർഷം നീണ്ടു നിന്നിരുന്ന ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് അത് കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ എത്രയോ കേസുകളാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് RTI വഴിയൊക്കെ തന്നെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ എന്തൊക്കെ രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ ഉണ്ട് എന്നും അത് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കുന്നതാണ് എന്നുള്ള ബോധ്യമുണ്ടായിട്ടും ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പല പോലീസുകാരും പല പോലീസ് സ്റ്റേഷനുകളിലും പെരുമാറുന്നത് എങ്കിൽ അതിലുകൊണ്ട് ഈ CCTV ഉണ്ട് എന്ന് പോലീസുകാർക്ക് അറിയാം. എപ്പോഴും CCTV ഇല്ലാത്ത മുറികളിൽ കൊണ്ടുപോയല്ല മർദ്ദിക്കുന്നത്, CCTV ഉള്ള മുറികളിൽ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ പോലീസുകാർക്ക് അറിയാം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. ഈ 2 കേസിലും, ഈ കുന്നംകുളം സംഭവത്തിലും PG പോലീസ് സ്റ്റേഷനിലെ സംഭവത്തിലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടതാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PGയിലെ ദൃശ്യങ്ങൾ തന്നെ അത് പുറത്തു വന്നതിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതേ SI ആയ PV രതീഷ് ഇപ്പോൾ CI റാങ്കിലാണ് ഇരിക്കുന്നത് എന്ന്.